RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 30ാമത് റൗണ്ട് മത്സരങ്ങൾ ഇങ്ങനെ ആരംഭിച്ചപ്പോൾ തന്നെ കുറെ മത്സരങ്ങൾ നെട്ടിച്ചുകൊണ്ടാണ് ലീഗ് ഈ ഒരു റൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആഴ്സണൽ ഫാൻസ് ആയിരിക്കും. അവർക്ക് ട്രിപ്പിൾ ഹാപ്പി. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. ട്രിപ്പിൾ ഹാപ്പി എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ വിളിച്ചത് എവർട്ടൺ മത്സരമായിരുന്നു. 88ാം മിനിറ്റ് വരെ 0-0 എന്ന നിലയിൽ സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു, 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്ന മത്സരം ഫൈനൽ ബേസിന് മുഴങ്ങിയപ്പോ 2-0 ആഴ്സണൽ വിജയിക്കുകയാണ്. ഒരു ഹാപ്പി ആയോ? അടുത്ത് ചെൽസി അവിടെ പൊട്ടി. ചെൽസി 1-0 പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഹാപ്പി. അത് കഴിഞ്ഞ് രാത്രി കാത്തിരിക്കുകയാണ് ഈ ഒരു എന്താവും നോക്കാൻ വേണ്ടി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി വിസസ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിരുന്നു. വെസ്റ്റ് ഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ സിറ്റിയും പോയിന്റ് ഡ്രോപ്പ് ചെയ്തോട് കൂടിയിട്ട് ആഴ്സണൽ ഫാൻസിന് സന്തോഷം പറഞ്ഞാല് ട്രിപ്പിൾ ഹാപ്പി എന്ന് പറയില്ല, അമ്മാതിരി ദിവസമായിരുന്നു ആഴ്സണൽ ഫാൻസിന്. എന്താ പറഞ്ഞാല് ടേബിളില് 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് 9 പോയിന്റിന്റെ ഗ്യാപ്പാണ്. ചിത്രത്തില് പേപ്പറിലാണെങ്കിൽ 6 പോയിന്റ് ആണ്. പക്ഷെ ഒരു കളി കൂടുതൽ കളിച്ചിട്ട് 31 റൗണ്ട് മത്സരങ്ങൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയാലും 6 പോയിന്റ് ഗ്യാപ്പില്ലേ. സിറ്റി 1 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു, 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു, 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഒരൊറ്റ പോയിന്റ് അവർക്ക് നേടാൻ പറ്റിയത്. അവര് റയൽ മാഡ്രിഡ് ആയിട്ടുള്ള വലിയൊരു പരാജയം ശേഷം വന്നിട്ട് ഈ വെസ്റ്റ് ഹാം യുണൈറ്റഡ് എവിടെ കിടക്കുന്ന പറഞ്ഞാല് റെലിഗേഷൻ സോണിൽ അവർ ഇന്നലെ രക്ഷപ്പെട്ട് കയറി വന്ന 1 പോയിന്റ്. അവർക്ക് ആ പോയിന്റ് വേണമെന്ന്. കളിയിൽ ബോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പാസിംഗ് അക്രോസ് നോക്കിക്കഴിഞ്ഞാൽ, പാസസ് നോക്കിക്കഴിഞ്ഞാൽ, കോർണർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. പക്ഷെ ജയിച്ചോ? കുറെ ബോർഡ് കാലിലിട്ട് ഉരുട്ടിയിട്ട് കാര്യമില്ല. ഗോൾ അടിക്കണം മക്കളെ. ഗോൾ അടിച്ചില്ലെങ്കിൽ നടക്കൂല പരിപാടികൾ. കഴിഞ്ഞ ആ റയൽ മാഡ്രിഡ് ആയിട്ട് എന്താ കാണിച്ചത് അതൊക്കെ തന്നെയാണ് ഇവിടെ കാണിച്ചത്. കുറെ അറ്റാക്ക് അങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വെടിയുണ്ട തുറന്നു വിട്ടല്ലേ. ഒരു സൈഡ് ഡോക്കോ ആണെങ്കിൽ സെമീനിയോ, അതേപോലെ തന്നെ മർമോഷ്, അതേപോലെ തന്നെ ഹാലണ്ടിന് മർമോഷിനൊക്കെ ഇറക്കി നോക്കി ഒരുമിച്ച്. രക്ഷയില്ല. ഫസ്റ്റ് 31ാം മിനിറ്റില് ഫെർണാണ്ടോ സിൽവയുടെ ഒരു കിഡിലെ ഗോളിലൂടെയാണ് സിറ്റി മുന്നിൽ വന്നത്. അപ്പൊ ഇന്ന് സിറ്റിയുടെ ദിവസം എന്ന് വെച്ചാൽ എന്താണ്, സിറ്റിയുടെ ബോൾ കൺട്രോളും എല്ലാം സിറ്റിയുടെ കയ്യിലാണ്. 35ാം മിനിറ്റ് തിരിച്ചു ഗോൾ അടിക്കണം. ഫെർണാണ്ടോ സിൽവയുടെ ആ ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു കേട്ടോ. ഇതിനു മുമ്പും ഇതേപോലെ ഒരു കിട്ടില്ല. എല്ലാവരും വിചാരിച്ചു ക്രോസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആ സാധനം അങ്ങോട്ട് പോസ്റ്റിലേക്കാണ് ഇറങ്ങിയത്. ഇടതുമൂലിൽ നിന്ന് വലതുമൂലിയിലേക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ഇറങ്ങിയത്. ഗോൾ കീപ്പറൊക്കെ ഡൈവ് ചാടി നോക്കി, ഡിഫൻഡർമാർ ആ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചാടി നോക്കി. പക്ഷെ അതിനു മുമ്പേ ബോളിന്റെ ഗോൾ പോസ്റ്റിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, ഒരു കിടിലൻ ഗോള്. ബാഴ്സലോണയുടെ പ്ലെയർ ആണ്. അത് ആരാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏകദേശം ഇതേ സമയത്തിൽ ഇതേപോലെ സാധനം ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോയിട്ട് സാധനമുണ്ട്. അങ്ങനെ സിറ്റിയുടെ സമനില, ചെൽസിയുടെ തോൽവി, ആഴ്സണലിന്റെ 2 ഗോളിന്റെ ലേറ്റ് ഗോളിന്റെ വിജയം കൂടെ ആയപ്പോ ആഴ്സണൽ ഫാൻസിന് സുഖനിദ്രയായിരിക്കും. ഇന്നലെ നല്ലപോലെ കിടന്നുറങ്ങിണ്ടാവും. അത് സന്തോഷം കൊണ്ടാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവര് പ്രീമിയർ ലീഗിനോട് ഒരു പിടി കൂടി അടുത്തിരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇനി 31 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി 7 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. അതില് 6 ജയിച്ചു, 1 സമനിലയായാലും, 1 തോറ്റാലും, 1 സമനിലയായാലും, 5 ജയിച്ചാലും അവർക്ക് ട്രോഫിയാണ്. അപ്പൊ എങ്ങനെ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടോ? ഇനി നമുക്ക് അതിലോട്ട് വരാം. ആരൊക്കെയാണ് ഇനി മാഞ്ചസ്റ്റർ സിറ്റിക്കും ആഴ്സണലിനും എതിരെ കളിക്കാനുള്ള ടീമുകൾ എന്നൊക്കെ നമുക്ക് വരാം. സിറ്റിയും ആഴ്സണലും കൂടി ഒരു മത്സരം വരുന്നുണ്ട്. അതിന് മുമ്പ് കർബാവോ കപ്പിന്റെ ഫൈനൽ വരാനുണ്ട്. അപ്പോ ഇതോടുകൂടിയിട്ട് സിറ്റി ഈ ഒരു പോയിന്റ് ഡ്രോപ്പ്. എന്താ, പെപ് ഗാർഡിയോള കഴിഞ്ഞ മാസത്തെ കോച്ച് ഓഫ് ദ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിട്ട്, പക്ഷെ ആൾക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് പുറത്തിരുന്നിട്ടാണ് കളി കണ്ടത്. അങ്ങനെ കളിയിൽ നോക്കിക്കഴിഞ്ഞാല് മൊത്തത്തില് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരുന്നു. പക്ഷെ ഫിനിഷിംഗ് ഇല്ലായ്മയും ഓഫ് ടാർജറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. അവരുടെ സ്റ്റാറ്റസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആഴ്സണലിന്റെ കളിക്ക് വരികയാണെങ്കിൽ ആഴ്സണല് എന്താ ചെയ്യുക? എവർട്ടണ് പൊരുതി തോൽക്കാന്ന് പറയില്ലേ, അമ്മാതിരി കളി കളിച്ചിട്ടുണ്ട്. അവര് ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അവർ പൊരുതിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ എവർട്ടന്റെ ഹോം ഗ്രൗണ്ടാന്ന് വിചാരിക്കും. അമ്മാതിരി കളിയായിരുന്നു. 88 മിനിറ്റ് വരെ 2 ടീമുകളും എനിക്ക് തോന്നുന്നു ഒരു പിടി എവർട്ടനായിരിക്കും മുന്നിൽ നിന്ന്. റയ എന്ന ഗോൾ കീപ്പർ, ഈ ചങ്ങായി സീസൺ തുടങ്ങുന്ന മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്നത് ആഴ്സണലിന് വേണ്ടി ട്രോഫികൾ അടിക്കാനെന്നുള്ള. അതിനുള്ള ആള് 100-ൽ 200% കൊടുത്തിട്ട് ആള് ഗോൾ കീപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ സേവ് നോക്കിയാൽ ഓരോ കളിയിൽ ആള് സേവ് ചെയ്യുന്നു. ഡിഫൻഡേഴ്സ് വേറെ ലെവല്, ഗബ്രിയേലും സാലിബൊക്കെ വേറെ ലെവല് ഡിഫൻസ്. അവരതുകൊണ്ട് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, ചാമ്പ്യൻസ് ലീഗിൽ എണ്ണം പറഞ്ഞ കുറച്ച് ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. അത് 3-4 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളൂ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും ഗോള് കുറവാണ് ഇവർ വഴങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആഴ്സണൽ ഫാൻസിനൊക്കെ വീണ്ടും ആ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന ആ ഒരു ട്രോഫി ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ആഘോഷിക്കാൻ ഉള്ള ഒരു ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങൾ നമുക്കറിയാം
എന്താ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ 88 മിനിറ്റ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസുകൾ ഉണ്ടായിരുന്നു. രണ്ട് ടീമുകൾക്ക് കിടിലൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. കിടിലൻ സേവുകളിലൂടെ രണ്ട് ഗോൾ കീപ്പർമാർ മിന്നി മറിഞ്ഞ സമയത്ത് 88-ാം മിനിറ്റില് അതും ഒരു 16 വയസ്സും 73 ദിവസമായിട്ട് ഈ ചങ്ങായുടെ ഒരു ഫ്രീ കിക്കിൽ നിന്നാണ് നമ്മുടെ ഗാപ്പി ഇട്ടുകൊടുത്ത ബോൾ ഗെയ്ക്കോറാസ് വെറുതെ അവിടെ കിടക്കുക പോസ്റ്റിന് മുമ്പിൽ. ഗോളിയില്ല, ഗോൾ കീപ്പറുടെ മിസ്സാണ്. ശരിക്കും പറഞ്ഞ ഗോൾ കീപ്പറുടെ മിസ്സിംഗ് ആണ്. ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് എടുക്കാൻ വേണ്ടി വന്നാ, പക്ഷെ അത് കയ്യിൽ കിട്ടില്ല. ഗാപ്പിയുടെ മേലെ തട്ടിയിട്ട് ബോൾ വരുന്ന സമയത്ത് ഗെയ്ക്കോറാസ് നിൽക്കുക, ബോൾ നിൽക്കുക, പോസ്റ്റ് ഫ്രീ ആണ്, തട്ടി ഉള്ളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞ് കളി കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് 95 മിനിറ്റുകൾ കഴിഞ്ഞ് ഇങ്ങനെ വിസിലടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എവർട്ടന് കിട്ടുന്നൊരു കോർണർ കിക്ക്. അതിൽ നിന്ന് മാർട്ടിനെല്ലി എടുത്ത ബോൾ അത് നേരെ കിട്ടുന്ന ഈ ചങ്ങായിക്കാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ. അതേപോലെ തന്നെ 74-ാം മിനിറ്റിലാണ് ഈ ചങ്ങായി ഇറങ്ങി വരുന്നത് മൈതാനത്തിലേക്ക്. ഇതൊരു സാക്കൊക്കെ പകരമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. 74-ാം മിനിറ്റ്, ആകെ 15-20 മിനിറ്റ് കളിച്ചിട്ട് മാൻ ഓഫ് ദി മാച്ചും തൂക്കിയിട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ആ ഫസ്റ്റ് ഗോളിന് അസിസ്റ്റിന് മുൻപുള്ള ആ ഒരു ഫ്രീ കിക്കും അതേപോലെ തന്നെ ആ ഒരു ഗോള്, ആ ഗോൾ കൊണ്ടുള്ള ഒരു റൺ ഉണ്ടല്ലോ, ആ ഒരു ഡിഫൻഡറെയും കബളിപ്പിച്ചുകൊണ്ടൊരു പോക്കുണ്ട്. ഗോൾ പോസ്റ്റിൽ ഗോളിയില്ല. ഗോളിയൊക്കെ ഇവിടെ എവർട്ടന്റെ ഗോൾ കീപ്പറൊക്കെ വന്നിട്ട് ഇവിടെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണർ കിക്ക് എടുക്കുമ്പോൾ ഹെഡ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക. ഈ ചങ്ങായിയുടെ പേരാണ് മാക്സ് ഡോമാൻ. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് വേണ്ടിയിട്ട് ഇനി ഗോളുകളും അതേപോലെ തന്നെ അസിസ്റ്റുകളും തീർക്കാൻ ഈ ചങ്ങായി ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ നമുക്ക് ഇന്നത്തെ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക് നോക്കാം. ആഴ്സണൽ വിസസ് എവർട്ടൺ മത്സരത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ 22 ഷോട്ടുകളാണ് ആഴ്സണൽ എടുത്തിട്ടുള്ളത്. അതിൽ 6 ഓൺ ടാർഗറ്റ് ലീഗ് ആയപ്പോൾ എവർട്ടൺ 9 ഷോട്ടാണ് എടുത്തിട്ട് അതിൽ 3 ഓൺ ടാർഗറ്റ് ലീഗാണ്. 65% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു ആഴ്സണലിന്റെ കയ്യിൽ. അവിടെ 35% മാത്രമേ ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 528 പാസ് ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 303 പാസുകൾ മാത്രമാണ് എവർട്ടൺ കംപ്ലീറ്റ് ചെയ്തത്. 91% പാസിംഗെ കുറിച്ച് ആഴ്സണലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നപ്പോൾ 76% മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 11 ഫോളുകൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 12 ഫോളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. 2 ഓഫ് സൈഡും ഇവിടെ ഒരു ഓഫ് സൈഡ് ഉണ്ട്. 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആഴ്സണല്. അവിടെ ആണെങ്കിൽ 3 കോർണേഴ്സ് ആണ്. അങ്ങനെ ആഴ്സണൽ ഫാൻസ് വീണ്ടും ആഘോഷ തിമിർപ്പിലേക്ക് പോവാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ കപ്പടിക്കുന്ന ഒരു കൂട്ടം ഫാൻസുകാരുണ്ട്. അത് ലിവർപൂളിന്റെ ഉണ്ട്, സിറ്റിയുടെ ഉണ്ട്. ആരെടുത്താലും കുഴപ്പമില്ല, ആഴ്സണൽ കപ്പടിക്കരുത്. എന്താണ് ഈ ചങ്ങായിമാരോട് ഇത്ര വിരോധം, ഇത്ര വൈരാഗ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ അടിക്കട്ടോ, അവർ കളിച്ചിട്ടല്ല. അല്ലാതെ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടോ അതല്ലെങ്കിൽ വാറിന്റെ ആനുകൂല്യം കിട്ടിയിട്ടോ റഫറിയുടെ ആനുകൂല്യം കിട്ടിയിട്ടോ ഒന്നല്ലല്ലോ. അവര് കളിക്കുന്നുണ്ടല്ലോ. അവർക്കൊരു നല്ലൊരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, ഒരു കോച്ച് ഉണ്ട്, അവർ കളിക്കുന്നുണ്ട്. പിന്നെ സെറ്റ് പീസുകൾ, കോർണേഴ്സിലൂടെയാണ് അവർ ഗോൾ സ്കോർ ചെയ്യുന്നത്. കൂടുതലൊക്കെ കാര്യമാണ്. അത് ഫുട്ബോളിലുള്ള കാര്യം തന്നെയല്ലേ. ഫുട്ബോളിന്റെ സൗന്ദര്യത്തിൽ കിടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇത് കോർണേഴ്സിലൂടെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ കോർണേഴ്സ് അടിക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അവര് മറ്റുള്ള ഓപ്പോസിറ്റ് ടീമിന്റെ ഗോൾ കീപ്പർമാരെ അവരുടെ ഡിഫൻഡർമാരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ള കാര്യം ശരിയാണ്. അതൊക്കെ ഫുട്ബോളിലുള്ളതല്ലടോ. അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? അവർക്കെതിരെ അവസാന മത്സരത്തിൽ അടിച്ചില്ലേ ലെവർകൂസൻ സെറ്റ് പീസിലൂടെ അടിച്ച്. അപ്പൊ അതൊക്കെ ഫുട്ബോളിന്റെ കാര്യമാണ്. അപ്പോ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിസസ് എന്താ ചെയ്യാം? വെസ്റ്റ് ഹാം യുണൈറ്റഡ് റിലിഗേഷൻ സോണിൽ പോയി കിടക്കുന്ന ടീമാണ്. അവരുടെ കൂടെ പോയത് 1-1 സമനില. അത് കളിയിൽ ഇഷ്ടം പോലെ ചാൻസുകൾ. ഈ മൊന ഒടിഞ്ഞ പെൻസിൽ പറയില്ല, അതേ അവസ്ഥയ്ക്ക് ഹാലൻഡിന്റെ ഒക്കെ അടികളൊക്കെ ദുർബല്യം. പിന്നെ ഇത്തിരി ഷോട്ടുള്ള സാധനങ്ങളൊക്കെ ഓഫ് ദ ടാർഗറ്റ്. അങ്ങനെ കളി കഴിഞ്ഞു. കളിയിൽ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസ് നോക്കേണ്ട കാര്യമില്ല. അത് അത്രയും ദയനീയമാണ്. എന്താ പറഞ്ഞാല് കളിച്ച എല്ലാ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാല്, പാസ് അക്രോസ് നോക്കിക്കഴിഞ്ഞാല്, ഷോട്ട് എടുത്തു കഴിഞ്ഞാല് ഓഫ് ദ ടോ അതാണ് കേട്ടോ. ഷോട്ട് ഓൺ ടോട്ടലിലേക്ക് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള പരിപാടിയിലേക്കാണ് ഇവര് മുൻകന്തിയിൽ നിന്നിരിക്കുന്നത്. അപ്പോ അതേപോലെ ചെൽസി എന്തുകൊണ്ടാണ് തോറ്റു ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അടുത്ത മത്സരം PSG ആയിട്ട് വരാനുണ്ട്. അതിനൊരു വാവപ്പിന് വേണ്ടിയിട്ട് ഇവരൊന്നും ഇവിടെ അയഞ്ഞു കൊടുത്താന്നുണ്ട്. പക്ഷെ അയഞ്ഞു കൊടുത്തത് ന്യൂകാസിൽ ഫസ്റ്റ് തന്നെ ആ ഒരു 30-ാം മിനിറ്റിൽ അങ്ങനെ ഗോൾ ഇട്ടതാ. പിന്നെ ചെൽസി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, ഷോട്ടുകൾ അടിക്കാൻ കഴിയുന്നില്ല. ആകെ ഒരു ഫ്രീ കിക്ക് അടിച്ചത് ജെയിംസ് ഒരു ഫ്രീ കിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോപെട്ടറാണ് തോന്നുന്നത് അടിച്ചു. ബാക്കി എല്ലാവരും അടിക്കുന്ന ഷോട്ടുകളൊക്കെ പാർമറിന്റെ ഒക്കെ ഷോട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ പോയി എങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതും ഓഫ് ടാർഗറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. അങ്ങനെ ചെൽസിയും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കണം. പോയിന്റ് ഡ്രോപ്പ് ചെയ്യില്ല. 2 മത്സരങ്ങളായി PSG പരാജയപ്പെട്ട്. എനിക്ക് തോന്നുന്നുണ്ടോ ബ്രിഡ്ജിൽ വന്നിട്ടാണ് അവര് ന്യൂകാസിൽ ജയിച്ചിട്ട് പോയത്? അപ്പൊ തോന്നുന്നുണ്ടോ PSG ബ്രിഡ്ജിൽ വന്നിട്ട് PSG എന്താവുന്നു? അത് എനിക്ക് തോന്നുന്നില്ല. ചെൽസിക്ക് മറികടക്കാൻ കഴിയുന്നു. പക്ഷെ ചെൽസിയാണ് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യേണ്ടതുണ്ട്. 5-2 അല്ലേ
ഈ 3+ ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിന്റെ ഘട്ടത്തിലേക്ക് ഒരു സംസാരിക്കാം. അപ്പോൾ ഇനി ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിക്കും എത്ര കളികളുണ്ട്, ആരൊക്കെ ആയിട്ടാണ് മത്സരങ്ങൾ നമുക്ക് നോക്കിയാലോ. പോയിന്റ് നോക്കി കഴിഞ്ഞാൽ 70 പോയിന്റാണ് ആഴ്സണലിനുള്ളത്. ഇപ്പോ അതില് 39 ഗോൾ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ 61 പോയിന്റ് ആണ്, 32 ഗോൾ ഡിഫറൻസ് ആണ് ഉള്ളത്. ഇനി വരാൻ പോകുന്ന കളി എന്ന് പറഞ്ഞാൽ ഹോമിലാണ് ഏപ്രിൽ 11 തീയതി വരാൻ പോകുന്നത്. ബോൺമൗത്ത് ആയിട്ടാണ്. അടുത്ത മത്സരം ഏപ്രിൽ 19 തീയതിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട്. അത് എവയാണ്, സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം. ന്യൂകാസിൽ യുണൈറ്റഡ് ആയിട്ട് ഹോം ഗ്രൗണ്ട് ഏപ്രിൽ 25-ന്, ഫുൾഹാം ആയിട്ട് ഹോം ഗ്രൗണ്ട് മെയ് 2-ന്, വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ട് മെയ് 9-ന്, അതും എവേ മത്സരമാണ്. ബേൺലി ആയിട്ട് ഹോം ഗ്രൗണ്ട് മെയ് 17-ന്. മെയ് 17 ആകുമ്പോഴേക്കും ഏകദേശം അറിയാം ആഴ്സണലിന്റെ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത്. അവസാന മത്സരം മെയ് 24 തീയതി ക്രിസ്റ്റൽ പാലസ് ആയിട്ട്. അതേപോലെ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെൽസി ആയിട്ടാണ് 12 തീയതി, ഏപ്രിൽ 12 ചെൽസി ആയിട്ട്. അത് എവേ മത്സരമാണ്. അടുത്തത് ആഴ്സണലായിട്ട് ഹോം മത്സരമാണ്. ഇതിലാണ് അവർക്കൊരു ഹോപ്പ് ഉള്ളത്. ഈ ഒരു ഫോമിൽ കളിക്കുകയാണെങ്കിൽ സിറ്റിയുടെ കാര്യം കുറച്ച് കഷ്ടമായിരിക്കും ആഴ്സണലിന്റെ മുന്നിൽ. അവർ ഡിഫെൻഡ് ചെയ്ത് ഒരു സമനിലയ്ക്കുള്ള ഇത് നോക്കുള്ളൂ ആഴ്സണൽ. എന്താ പറഞ്ഞാൽ സമനിലയായി കഴിഞ്ഞാൽ ഓരോ പോയിന്റാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ബേൺലി ആയിട്ട് എവേ മത്സരമാണ്, എവർട്ടൺ ആയിട്ട് എവേ മത്സരമാണ് ഏപ്രിൽ 26 തീയതി, മെയ് 2 തീയതി ആയിട്ട്. ബോൺഫോർഡ് ആയിട്ട് ഹോം ഉണ്ട് മെയ് 9 തീയതി. ബോൺമൗത്ത് ആയിട്ട് മെയ് 17 തീയതി എവേ മത്സരമുണ്ട്. ആസ്റ്റൺ വില്ല ആയിട്ട് ഹോം മത്സരമുണ്ട് മെയ് 24-ന്. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് അവസാന മത്സരം രണ്ടുപേരും ക്രിസ്റ്റൽ പാലസ് ആണ്. അത് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, അത് ഹോം മത്സരമാണ്. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 8 മത്സരവും ആഴ്സണലിൽ 7 മത്സരമുണ്ട്. അപ്പൊ ഏകദേശം ഞാൻ വീഡിയോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ 1ാം റൗണ്ട് തുടങ്ങിയാൽ പോലും ഞാൻ പറയേണ്ട ഈ സീസണിൽ ആഴ്സണലിൽ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ കപ്പടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴ്സണൽ ഫാൻസിനെ പോലെ തന്നെ. ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ ആഴ്സണലിനെ വിമർശിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ഈ ചെങ്ങായിക്ക് ആഴ്സണൽ കപ്പടിക്കുന്നത് താല്പര്യമില്ലാതുകൊണ്ട്. എനിക്ക് ഇഷ്ടം തന്നെയാണ് ആഴ്സണൽ കപ്പടിക്കുക എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം ഈ സീസണിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി ചാമ്പ്യൻസ് ലീഗിൽ എന്താവും, കരബാവോ കപ്പിൽ എന്താവും, അതേപോലെ FA കപ്പിൽ എന്താവും എന്നറിയില്ല. പക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ അടിക്കും. അവർക്ക് ഒരു ട്രോഫി ഈ സീസണിൽ സ്റ്റാർട്ടിങ് തുടക്കം തന്നെ ആയിരിക്കും. കരബാവോ കപ്പ് വരാൻ പോകുന്നതിന്റെ ഇടയിലില്ലേ. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.